നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ മുൻകൂർ ജാമ്യം തേടി നടൻ മണിയൻപിള്ള രാജു കോടതി സമീപിച്ചു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള ഹർജി നൽകിയത്. ഫോർട്ട് കൊച്ചി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഹർജി. അതേസമയം കേസ് പരിഗണിക്കാനായി സെപ്റ്റംബർ 6 മാറ്റി. നടൻ നൽകിയ പരാതിയിൽ മണിയൻപിള്ള രാജുവിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കുറ്റം ചുമത്തിയിരുന്നു. വാതിലിൽ മുട്ടി എന്നായിരുന്നു മണിയൻപിള്ള രാജുവിനെതിരായ നടിയുടെ ആരോപണം ഉന്നയിക്കുന്നത് അവസരവും പണവും കിട്ടാത്തവരാണെന്ന അധിക്ഷേപ പരാമർശവുമായി നടൻ മണിയൻപിള്ള രാജു രംഗത്തെത്തിയിരുന്നു. വെളിപ്പെടുത്തലുകൾ ഇനിയും ഉണ്ടാകുമെന്നും ഇതിന്റെയൊക്കെ പിന്നിൽ പണമെന്നുമായിരുന്നു മണിയൻപിള്ള രാജുവിന്റെ വാദം. ചിലർ അവസരങ്ങൾ ലഭിക്കാത്തവരായിരിക്കും, ചിലർക്ക് പൈസ ആവശ്യമുണ്ടാകും. ഇതിൽ കൃത്യമായ അന്വേഷണം ആവശ്യമുണ്ട്. തെറ്റ് ചെയ്യാത്ത ആളുകളെയും ചതിയിൽപ്പെടുത്താൻ വളരെ അധികം സാധ്യതയുണ്ട്. കള്ളപ്പരാതികൾ നൽകിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നും നടൻ മണിയൻപിള്ള രാജു പറഞ്ഞിരുന്നു. IPC 506, 354 വകുപ്പുകൾ പ്രകാരം ഫോർട്ട് കൊച്ചി പോലീസാണ് കേസെടുത്തത്. ഇതേ നടിയുടെ പരാതിയിൽ പ്രൊഡക്ഷൻ കൺട്രോളർ നോബലിനെതിരെയും പാലാരിവട്ടം പോലീസിൽ കേസുണ്ട്. മണിയൻപിള്ള രാജു രാത്രി വാതിലിൽ മുട്ടി എന്നതടക്കമാണ് നടിയുടെ പരാതിയിൽ പറയുന്നത്. ഇതേ നടിയുടെ മറ്റൊരു പരാതിയിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ബിച്ചുവിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. നെടുമ്പാശ്ശേരി പോലീസാണ് കേസെടുത്തത്. 379 വകുപ്പ് പ്രകാരമാണ് കേസ്. തന്നെ കാറിൽ കൊണ്ടുപോയി ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നും വാട്സപ്പിൽ നിരന്തരം അശ്ലീല സന്ദേശങ്ങൾ അയച്ചുവെന്നുമാണ് നടിയുടെ പരാതി. അതേസമയം അമ്മയിൽ അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു എന്ന പരാതിയിൽ നടൻ ഇടവേള ബാബുവിനെതിരെ എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആലുവ സ്വദേശി നടിയുടെ മൊഴി പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. 376 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. അതേസമയം കൊച്ചിയിലെ നടൻ നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ മുകേഷ് MLA-ക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കൊച്ചി മരട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അമ്മയിൽ അംഗത്വവും ചാൻസും വാഗ്ദാനം ചെയ്ത് നടിയെ പീഡിപ്പിച്ചെന്നാണ് പരാതി. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവും ഉയർന്നതിനിടയിലാണ് കേസ് എടുത്തത്. അതേസമയം നടിയോട് ലൈംഗിക അതിക്രമം കാട്ടിയെന്ന പരാതിയിൽ നടൻ ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തത്. സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വെച്ച് കടന്നു പിടിച്ച് ലൈംഗികമായി അതിക്രമം നടത്തിയതിന് IPC 354, 354A, 509 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ലൈംഗിക അതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് അതിനൊപ്പം ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിരിക്കുന്നത്. മുകേഷിന് പുറമെ ജയസൂര്യ, മണിയൻപിള്ള രാജു, ഇടവേള ബാബു എന്നിവർക്കെതിരെയും 2 പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെയും ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് ചന്ദ്രശേഖരനെതിരെയും നടി പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട്.